ഇന്ന് ഞാൻ എൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് എടുത്തൊരു ട്രേഡിൻ്റെ ജേർണലാണിത്. ഓൾറെഡി നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണ് ഒരു പുൾ ബാക്ക് കിട്ടുന്നത്, അത് സെൽ ഓൺ ഈച്ച് ആയി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സെല്ലൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ബോക്സ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ സെല്ലൻഡർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബെയറിഷ് എൻഗൾഫിങ് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ പ്ലാൻ ചെയ്ത പോലെ ഞാൻ സെല് ചെയ്തു. ആ റേസിൻ്റെ സിംഗിളുമാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50% ഓഫ് ദ ലാസ്റ്റ് സിംഗിളോ, ആ ഒരു ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ ഒരു 50%. അതായിരുന്നു എൻ്റെ പ്ലാൻ പോലെ തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ എൻ്റെ കുറച്ചും താഴേക്കായിപ്പോയി. കാര്യം ഒരു സ്ലിപ്പേജ് കൊണ്ടിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും എൻ്റെ എൻട്രി നടന്നു. പക്ഷേ എസ് എൽ കുറച്ച് മാക്സിമം റീസെൻ്റ് സിംഗിളോയ്ക്കും മുകളിലായിട്ട്, അതായത് ഒരു വാലിഡ് പോയിന്റിലാണ് ഞാൻ എൻ്റെ എസ് എൽ വെച്ചത്. കാരണം ഹൈ വോൾട്ടൈൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ എസ് എൽ എപ്പോഴാണെങ്കിലും ഹിറ്റ് ചെയ്യാമെന്നൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പം ഞാൻ കുറച്ച് അഗ്രസീവായിട്ടായിരുന്നു ഇരുന്നത്. എൻ്റെ ഫണ്ടഡ് അക്കൗണ്ട് ഫസ്റ്റ് ഡേ ആണിത്. 25Kയുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേയിൽ എടുത്ത ട്രേഡാണിത്. ആസ് പെർ മൈ എക്സ്പെക്റ്റേഷൻ ഇത് നമ്മുടെ LR അതായത് ലോ റെസിസ്റ്റൻറ്റ് റണ്ണെടുത്ത് താഴേക്ക് വരണമെന്നാണ്. അത് മാത്രമല്ല, നിങ്ങളതിൻ്റെ 1 വീക്ക് ചാർട്ട് നോക്കുന്ന സമയത്ത് അതിനകത്തൊരു മാനിപ്പുലേഷൻ കാര്യങ്ങളുണ്ട്. അതിൻ്റെ 50% മിറ്റിഗേറ്റ് ആയിട്ടില്ല. അത് മിറ്റിഗേറ്റ് ആവുന്നുള്ളൊരു ഇതിലാണ്, ഒരു എക്സ്പെക്റ്റൻസിയിലാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. എന്നിട്ട് എടുത്ത ഭാഗത്തു നിന്നും ചെറിയൊരു ഫിയറൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് സിംഗിൾ എടുത്തിട്ട് ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് നമുക്ക് ഞാനും ലിക്വിഡിറ്റി ഭാഗമാവും, തിരിച്ച് മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അവിടുന്ന് പിന്നെ റിജക്റ്റ് ചെയ്ത് പ്രൈസ് ഉണ്ടാക്കിക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് പിന്നെ താഴേക്ക് തന്നെ മൂവ് ചെയ്തു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിൽ തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റി. പക്ഷേ ഇത് എക്സിക്യൂട്ട് ഇരിക്കുന്നത് 1 മിനിറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് ഹെവി പൾസായിരിക്കും ആ ടൈമിൽ. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ജേണലാണ്. നിങ്ങളെല്ലാവരും ഇതെൻ്റെ ജേണലായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു മറുപൂസ ക്യാനിൽ നമ്മുടെ സിംഗിൾ താഴെ ക്ലോസ് ചെയ്തു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് മെൻ്റലി ഞാൻ ഓക്കെ ആയത്. എല്ലാവരും അറിയാലോ, ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ എനിക്കും ഉണ്ട്. ബിക്കോസ് വി ആർ എ ഹ്യൂമൻ. കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ നോക്കിയപ്പം ഇതും ഇനി ഗ്രാമാകുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ എന്നാലും മാർക്കറ്റ് എപ്പോഴും പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ട സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാണോ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അതെടുത്തതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ. എക്സ്റ്റേൺ ടു ഇൻറ്റേർണൽ, ഇൻറ്റേർണൽ ടു എക്സ്റ്റേണൽ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് മോസ്റ്റ് റീസെൻ്റ് ലിക്വിഡിറ്റി ഏതാണോ അതെടുത്തിട്ട് ആണ് മാർക്കറ്റ് എപ്പോഴും നെക്സ്റ്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുക. ഈ ടൈമിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഫിയർ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ റിവേഴ്സ് ആവുന്ന കണ്ടിട്ട് ആകെ ഞാൻ കയ്യിൽ നിന്ന് പോയി. എന്നാലും ഞാൻ ഹോൾഡ് ചെയ്തു. ആ ഹൈക്ക് മുകളിലൊരു ക്യാനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ലോസ് ഞാൻ എടുത്തിട്ട് ഞാൻ മാറാനുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എനിക്കൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നൊരു ട്രേഡ് എടുക്കുന്നുള്ളൂ, ഈ ട്രേഡിന് എത്ര റിസ്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ കുറച്ച് അഗ്രസീവായിട്ടാണ് ട്രേഡ് എടുത്തത്. ഈ 3 വൈറ്റ് സോൾഡേഴ്സ് എന്നൊക്കെ പറയും ക്യാൻഡിൽ പാറ്റേൺ. ഇതൊക്കെ കണ്ട സമയത്ത് ആക്ച്വലി ഞാൻ ഓഫ് പോയിൻ്റായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇത് തിരിച്ച് കയറി പോയിട്ട് ഫണ്ട് അക്കൗണ്ടില്ലേ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലോസ് അല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു. ഓക്കെ, ഏകദേശം $200 മുകളിൽ പ്രോഫിറ്റ് കണ്ടെടുത്തുനിന്ന് ഞാൻ നേരെ തിരിച്ച് $30 ചെന്നു. അതിൽ നെഗറ്റീവിലേക്ക് പോയി, നെഗറ്റീവിൽ നിന്നും തിരിച്ചു വന്നു. ഒരു റോളർ കോസ്റ്റർ ട്രേഡായിരുന്നു. പക്ഷേ
പക്ഷെ അവിടുന്ന് അതും ഒരു ജസ്റ്റ് ബാക്കിലുള്ളതും ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലാണ്. M1 ഈ ഒരു ക്യാൻഡിൽ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലാണ്. അതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ പലവട്ടവും എൻ്റെ ട്രേഡുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന മാനിപ്പുലേഷൻ ക്യാൻഡിൽ ട്രെൻഡിൻ്റെ സൈഡിലുള്ള മാനിപ്പുലേഷൻ ക്യാൻഡിൽ അതിലത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഫുൾ ബാക്കിൽ അതങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് നല്ലപോലെ ഡംപായി തിരിച്ചെൻ്റെ നേരത്തെ കണ്ട ഒരു പ്രോഫിൻ്റെ ആ ഒരു സൈഡിലേക്ക് വന്ന് പിന്നെയും ബുക്ക് ചെയ്താലും ടെൻഡൻസി എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബുക്ക് ചെയ്യാതെ തന്നെ ശരി എന്തായാലും എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുമോ ഇല്ലയോ അത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹോൾഡ് ചെയ്ത് പിന്നെ ഇരുന്നത്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറിയിട്ട് ഞാൻ എൻ്റെ ഹാഫ് പ്രോഫിറ്റ് കണ്ടു. ഒരു ഭീകര റോളർ കോസ്റ്റർ ആയിരുന്നു ഇന്നത്തെ ഒരു ട്രേഡ്. അത് കഴിഞ്ഞ ശേഷം ഇത് കഴിഞ്ഞിട്ട് ഷോർട്ട് ചെയ്തവർക്കെല്ലാം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഭീകര ഫോളായിരുന്നു. ഈ പോയിന്റിലെ അത്യാവശ്യം ഒന്ന് ടെൻഷനായി. ഇതെല്ലാം ലിക്വിഡിറ്റി ഗ്രാബാണോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇഷ്യൂ. അതിൽ ഞാൻ ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മാർക്കറ്റ് അതിൻ്റെ നിയർ പോയില്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അത് മാർക്കറ്റ് കളക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഇന്ന് മനസ്സിലായി. ഈവൻ ഞാൻ ഈ ട്രേഡ് എനിക്ക് ഹോൾഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു $3000 അടുപ്പിച്ചിട്ട് പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയാണ് ഹോൾഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ. പക്ഷെ അതൊന്നുമില്ല. ഞാൻ ഓൾറെഡി മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്ര റിസ്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് വന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഹോൾഡ് ചെയ്തിരുന്നത്. അതിന് ഈക്വലായിട്ടൊരു എമൗണ്ട് കിട്ടിയ സമയത്ത് ഞാൻ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്തത്. ഏകദേശം ഒരു $400 ഇന്ന് റിസ്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. ഒരു $500 അടുപ്പിച്ചിട്ട് എനിക്ക് പ്രോഫിറ്റ് വന്ന സമയത്ത് ഞാൻ അത് ബുക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് ഡെമോ അക്കൗണ്ടാണ്. ഇതുവരെ ഇത് പാസ്സായിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇന്ന് ഏകദേശം $700 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഡിയോയും വീഡിയോയും നമ്മൾ ചെറിയൊരു മിസ്മാച്ച് കാണും. നെക്സ്റ്റ് ടൈം ഞാൻ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ അത്ര എക്സ്പെർട്ടൊന്നുമില്ല പേസിക്കകത്ത് എഡിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ്. കയ്യിൽ എക്സ്ക്യൂസ് ഫോർ ദാറ്റ്. എന്തായാലും നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. റെഡ് ഗ്രീൻ ക്യാൻഡിലുകളിൽ മാറി ഇറങ്ങി വെറുതെ ഒരു കാര്യമില്ലാതെ ട്രേഡ് ചെയ്ത് അപ്പോഴും ബ്ലോ ആയിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ട്രെൻഡിനെ മാക്സിമം ഫോളോ ചെയ്യുക. ട്രെൻഡിനെ അഗൻസ്റ്റ് എടുക്കുന്നതിനേക്കാളും നല്ല ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതാണ്. നല്ല സണ്ടിൽ ഒരു നല്ല ലിക്വിഡിറ്റി സീപ്പ് കിട്ടിയാൽ മാത്രം എടുക്കുക. എസ്പെഷ്യലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും എൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ ചാർട്ട് കണ്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി സിംഗ് ലോ സിംഗ് ഹൈ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കിടക്കുന്ന സമയത്ത് നമ്മുടെ സെഷൻ സിംഗ് ഹൈ സിംഗ് ലോ അതൊക്കെ സീപ്പായി അത്യാവശ്യം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. മേജറായിട്ടുള്ള സിംഗ് ഹൈ സിംഗ് ലോ പോയിൻറ്റ്സൊക്കെ ഒന്ന് സ്വീപ്പ് ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ ഹാർഡ് ബ്രേക്ക് ആയ ഒരു ടൈമാണ്. അത് സ്വീപ്പാണോ, ഇപ്പോൾ സ്വീപ്പിൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ സ്വീപ്പാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു. ഇനി അവിടെ വരെ പോകുമോ, എൻ്റെ ടാർഗറ്റ് എത്തുമോ. ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് എൻ്റെ ജേണലായിട്ട് മാത്രം ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ കണ്ടാൽ മതി. എന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരോട് വരണമെന്നറിയാം. നമ്മളുടെ മെൻറ്റാലിറ്റിയോട് നമ്മൾ ചെയ്യുന്നൊരു യുദ്ധമാണ് സത്യം ട്രേഡിങ്. എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിതിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ് ഔട്ട് ആകും, കുറേ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും.
അതൊക്കെ പക്ഷെ നമുക്കങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാവരും ഉൾക്കൊള്ളണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ കാര്യം ഒരാൾ പറയുമ്പം അവർക്കത് മനസ്സിലാക്കാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു.